എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഇതാ ദൈവം എനിക്കായി അനാദികാലം മുതൽ ഒരുക്കിയ എൻ്റെ ജീവന്റെ ജീവൻ, എൻ്റെ ജീവന്റെ പങ്കാളി, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ജീവിതം എന്നെ പോലെ ആസ്വദിക്കുവാനും എനിക്കുള്ളതെല്ലാം പങ്കുവെച്ച് ആസ്വദിക്കുവാനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനും നിയോഗിക്കപ്പെട്ടവരുമാണ്. At last, bone of my bone, flesh of my flesh, the divine choice that my God has sent me. കർത്താവിന്റെ ജീവിത പങ്കാളിയോട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യേ അവിടുന്ന് സജീവമായി സന്നിഹിതനാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നുചേരുന്ന ഈ കുടുംബ സമൂഹത്തിൽ സ്നേഹമാകുന്ന, സൗഖ്യമാകുന്ന, അഭയമാകുന്ന, സർവശക്തനാകുന്ന അവിടുന്ന് സന്നിഹിതനാണ്. യേശുവേ, അവിടുന്ന് ഇന്നലെയും എന്നും മാറ്റമില്ലാത്തവനാണ്. കർത്താവേ, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവമേ, കടന്നു വരണമേ. യേശുനാഥ, ഞങ്ങളുടെ കഴിഞ്ഞകാല ദാമ്പത്യ ജീവിതത്തിലേക്ക് സൗഖ്യമായി നീ കടന്നു വരണമേ. കർത്താവേ, പരസ്പരം സ്നേഹിക്കാൻ സാധിക്കാതെ, മനസ്സിലാക്കാൻ സാധിക്കാതെ, അംഗീകരിക്കാൻ സാധിക്കാതെ, പങ്കുവയ്ക്കാൻ സാധിക്കാതെ, സ്വാർത്ഥതയുടെ നാളുകളിൽ ദുരിതം അനുഭവിച്ച, വെങ്കിപ്പെട്ടി കരഞ്ഞ, ഞാൻ ഏകയാണ്, ഞാൻ ഏകനാണ്, എനിക്ക് ആരുമില്ല എന്ന് തോന്നിയ ആ നിമിഷങ്ങളിലേക്ക് വിടുതൽ നൽകുവാനായി യേശുവേ നീ കടന്നു വരണമേ. കൈകാലം ഓർമ്മകളിലേക്ക് യേശുവേ നീ കടന്നു വരണമേ. ജീവിത പരാജയങ്ങളിലേക്ക്, ദാമ്പത്യ പരാജയങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. കർത്താവേ, ആ തിരഞ്ഞെടുപ്പ് ആ കർത്താവിനെ സ്വീകരിച്ചതുപോലെ ഇതൊരു പുതിയ അനുഭവമായി, ഒരു പുതിയ ജീവിത തുടക്കമാക്കി നീ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. പരസ്പരം നിങ്ങൾ ജീവിതത്തിലേക്ക് കർത്താവെ കടന്നു വന്ന് കഴിഞ്ഞ കാലങ്ങളിലേക്ക് സൗഖ്യമയക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിരാശ നിമിഷങ്ങളിലേക്ക് പ്രകാശമയക്കണമേ, പ്രത്യാശയക്കണമെന്ന് പ്രാർത്ഥിക്കാം. രോഗഗ്രസ്തമായ ശരീരങ്ങളെ വിശദീകരിക്കണമേ, സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാര്, നിങ്ങളുടെ ഈ ഭരണകരം യേശുവിനെ സമർപ്പിച്ച്, കർത്താവേ, എന്റെ കരത്തെ നിന്റെ തിരുവെടുത്താൽ കഴിവ് വിശദീകരിച്ചുകൊണ്ട്, എന്റെ പാപങ്ങളുടെ കറകൾ എന്നിൽ നിന്ന് നീക്കിക്കൊണ്ട്, എന്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കുന്ന, അവർക്ക് നന്മ ആഗ്രഹിക്കുന്ന, അനുഗ്രഹം ഒഴുകുന്ന കരമാക്കി രൂപാന്തരപ്പെടുത്താൻ പ്രാർത്ഥിക്കുക. അവിടെ രോഗങ്ങളും നിരാശയും ദുഃഖവും യേശുവേ നീ ഏറ്റെടുക്കണമേ. എന്റെ കരങ്ങളിലൂടെ ഏറ്റെടുക്കണമേ. കർത്താവേ, എന്റെ കരത്തെ നീ സ്വീകരിക്കണമേ, അനുഗ്രഹത്തിന്റെ കരമാക്കി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുക. അവരുടെ മനസ്സിന്റെ രോഗങ്ങൾ കർത്താവ് ഏറ്റെടുക്കുന്ന നിമിഷം നിങ്ങളുടെ കരങ്ങൾ യേശുവിന് ബലിയർപ്പിക്കുമ്പോൾ അത് യേശുവിന്റെ കരങ്ങളായി രൂപാന്തരപ്പെടുന്നു. തന്റെ പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് നിങ്ങളുടെ കരങ്ങളിലൂടെ അവിടുന്ന് ഈ തിരുവോസിയിൽ നിന്ന് കൃപ നദി പോലെ സ്വർഗം തുറന്ന് ഒഴുകുന്ന സ്വർഗീയ നിമിഷങ്ങൾ, സൗഖ്യപ്പെടുന്ന നിമിഷങ്ങൾ, ഓർമ്മകൾ സുഖപ്പെടുന്ന നിമിഷങ്ങൾ, ദുഃഖത്തിന്റെ നിരാശയിൽ ദുരാത്മാക്കൾ വിട്ടുപോകുന്ന നിമിഷങ്ങൾ, വേദനകൾ വിട്ടുപോകുന്ന നിമിഷങ്ങൾ, മുറിവുകൾ മുടങ്ങുന്ന നിമിഷങ്ങൾ, ബന്ധങ്ങൾ ദൃഢപ്പെടുന്ന നിമിഷങ്ങൾ, സ്നേഹം കവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങൾ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ചൊല്ലുക. പരസ്പരം അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. നിങ്ങളുടെ ഭാര്യയിലേക്കും നിങ്ങളുടെ ഭർത്താവിലേക്കും ദൈവാത്മാവിന്റെ അഭിഷേകം നിറയുവാൻ വേണ്ടി, കർത്താവിന്റെ സൗഖ്യദായക കൃപ ഒഴുകുവാൻ വേണ്ടി, അവരുടെ വിഷമങ്ങളും ടെൻഷനും എല്ലാം യേശുവേ ഈ നിമിഷം ഏറ്റെടുക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ കുരിശിലെ നിരത്താൽ കഴി വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു.
നിന്റെ തിരുവോടെ യോഗ്യതയാൽ സുഖപ്പെടുത്തുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്വർഗീയ അനുഭവത്തിന് സ്വർഗീയ കവാടങ്ങൾ തുറന്ന് ദൈവത്തിന്റെ ദൂതന്മാരെ നിങ്ങൾക്ക് ചുറ്റും അയക്കട്ടെ. ദൈവദൂതന്മാർ നിങ്ങളെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കട്ടെ. ജീവിതമാകുന്ന ദുരിതങ്ങളിൽ നിന്ന് ഭാര്യയിൽ നിന്ന് മോചിപ്പിക്കട്ടെ. കർത്താവേ, സ്വർഗീയ ദൂതന്മാരെ മാതാമാരെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവേ